നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. തേൻ, ഹണി അല്ലേ, നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് തേൻ നമ്മൾ പുറത്തു നിന്ന് വാങ്ങാറുണ്ട്. ഫേസ് പാക്കിൽ യൂസ് ചെയ്യാനും കുഞ്ഞു കുട്ടികൾക്ക് പല മരുന്നുകളും, ആയുർവേദ മരുന്നുകളായാലും പല മരുന്നുകളും തേനിൽ ചാലിച്ച് കൊടുക്കാനും, നമ്മൾ ചുമ, കഫക്കെട്ട് അതുപോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്ക്, കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾക്ക് മരുന്ന് തേനിൽ ചാലിച്ച് കഴിക്കാറുണ്ട്. പിന്നെ ചില ആളുകൾ ഒരു ഫാഷൻ പോലെയാണ്, ഇപ്പം ചൂടുവെള്ളത്തിൽ തേൻ കഴിച്ചൊഴിക്കാറുണ്ട്, ചെറുനാരങ്ങയും തേനൊക്കെ യൂസ് ചെയ്ത് കഴിക്കാറുണ്ട്. ചില ആളുകൾ ഗ്രീൻ ടീയിൽ പഞ്ചസാരയ്ക്ക് പകരം കുറച്ചും കൂടെ ആരോഗ്യകരമായിക്കോട്ടെ എന്ന് കരുതി തേൻ ഒഴിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ സാലഡിൽ ഒഴിക്കാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ തേൻ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ഡെയിലി ആയിട്ട്. അപ്പം നമ്മൾ ഈ തേനൊക്കെ നമ്മൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ്. ഈ വാങ്ങുന്ന തേനൊക്കെ എത്രത്തോളം പ്യുവർ ആണെന്ന് നമുക്കറിയാമോ? നമുക്ക് ഇത്രയും ശുദ്ധമായ തേനൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? എന്താട്ടെ, ഒരു 100% ശുദ്ധമായ തേൻ നമുക്ക് കിട്ടില്ല. ഓക്കെ, അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കിട്ടില്ല എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന തേൻ ഒരു 80% ആണെങ്കിലും ഒരു പ്യുവർ ആണോ എന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകൾ നമുക്ക് ചെയ്തിട്ട് നമ്മളെ കയ്യിലുള്ള തേന് ശുദ്ധമാണോ, അത് എത്രത്തോളം ശുദ്ധമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫാർമകോഗ്നസി അതുപോലുള്ള കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ലാബിൽ ഒരുപാട് വിദ്യകളിലൂടെ, ഒരുപാട് പല പല ടെക്നിക്സിലൂടെയാണ് ഓരോ കാര്യത്തിൻ്റെ, ഓരോ വസ്തുക്കളുടെ പ്യൂരിറ്റി ഒക്കെ അനലൈസ് ചെയ്യുന്നത്. അവർക്ക് പല പല ടെക്നോളജി, ടെക്നിക്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തേൻ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഓരോ വസ്തുക്കളും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം അത് എത്രത്തോളം പ്യുവർ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തേൻ ഒരു 3-4 ടെസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള തേൻ ശുദ്ധമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് 2 മാർക്കറ്റ് സാമ്പിൾ തേനാണ്. അപ്പോൾ രണ്ടും ശുദ്ധമാണോ, ഏതാ ഇതിൽ ശുദ്ധമെന്നും അറിയില്ല. 2 മാർക്കറ്റ് സാമ്പിൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി അറിയണം. അപ്പോൾ നമ്മൾ തേൻ എപ്പോഴും ഭയങ്കര ലിക്വിഡ് ആവാൻ പാടില്ല. ഒരു ഓയിലി ടെക്സ്ചറാണ് സാധാരണ തേനിന് വരുന്നത്. അതായത് നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടിയില്ല എന്നുള്ള രീതിയിൽ വേണം തേൻ. കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് തേനിന് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കാം. ഇത് അത്ര തിക്കില്ല, കുറച്ചും കൂടെ ഒരു വാട്ടറി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനത്ര തിക്ക് കൺസിസ്റ്റൻസി അല്ല ഇതിന്. ഇനി ഈ സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് കുറച്ചും കൂടെ തിക്ക് കൺസിസ്റ്റൻസി ആണ്. ഒരു സ്മോൾ ത്രെഡ് പോലെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൺസിസ്റ്റൻസി വൈസ് ഇത് ഓക്കെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് തേൻ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റായിട്ട് നമുക്ക് തേന് എങ്ങനെ ശുദ്ധമാണോ നല്ലതാണോ എന്ന് നോക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം എടുക്കുക. സാധാരണ നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്യാം. ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സാമ്പിളിൽ നിന്നും നമ്മൾ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഹണി പ്യുവർ ആണെങ്കിൽ അത് വെള്ളത്തിൽ അത്ര മിക്സ് ആവില്ല. വെള്ളത്തിൽ മിക്സ് ആവാണ്ട് അത് വേറെ തന്നെ നിൽക്കും. ഇപ്പം ഹണീൻ്റെ പ്യൂരിറ്റി കുറയുന്നതിനനുസരിച്ച് അത് വെള്ളത്തിൽ കൂടുതൽ മിക്സ് ആവും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതിൽ നിന്ന്, ഈ സാമ്പിളിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതേ സാമ്പിളിൽ നിന്നും സെയിം ക്വാണ്ടിറ്റി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് ആഡ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ കളർ മൊത്തം മാറി. ഇതെന്ത് ഹണിയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ രണ്ടാമത്തെ സാമ്പിളിൽ നിന്നും കുറച്ചെടുത്ത് നോക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ്
പ്യുവറാണെന്ന് തോന്നുന്നു എനിക്ക്, കാരണം ഇത് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ആയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു 2 മിനിറ്റിന് ശേഷം ഒന്ന് നമുക്ക് നോക്കാം ഇത് എത്രത്തോളം മിക്സ് ആവുന്നുണ്ട്. കാരണം ഇതിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ 2 സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഹണി വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ നോക്കണം എങ്ങനെയാണെന്ന്. ഒരു 2-3 ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ശുദ്ധമാണ് നമ്മൾ വാങ്ങിയ തേനെന്ന്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് വിക്ക് ടെസ്റ്റാണ്. വിക്ക് എന്ന് വെച്ചാൽ തിരി. ഇതുപോലെ ഞാൻ പരുത്തി കൊണ്ട്, കോട്ടൺ കൊണ്ട് 2 തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ തേനിൽ മുക്കിയിട്ട് നമ്മൾ തീ കത്തിച്ച് നോക്കാം. അപ്പോൾ പ്യോർ ഹണി ആണെങ്കിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലൊക്കെ മുക്കിയിട്ട് കത്തിക്കുമ്പം എങ്ങനെ കത്തുന്നുവോ അതുപോലെ കത്തണം. അല്ല നമ്മുടെ വാങ്ങിയ തേന് അത്ര പ്യോർ ഫോം അല്ലെങ്കിൽ നമുക്ക് ചെറിയ ടപ് ടപ് ശബ്ദം, അതായത് ജലാംശം ഇരിക്കുന്ന പോലുള്ള ശബ്ദം നമുക്ക് കേൾക്കും. മാത്രമല്ല നമ്മൾ ഈ കത്തിക്കുന്ന തീയിൽ ഒരു ചെറിയ ഫ്യൂംസും വരും. അതത്ര പ്യോർ ആയിരിക്കില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിലെന്തൊക്കെയോ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇത് കത്തിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഇത് നമ്മുടെ ഫസ്റ്റ് വെച്ചിരിക്കുന്ന സാമ്പിള് കത്തിച്ച് നോക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഡിപ്പ് ചെയ്യാണ്. ഇതുപോലെ ഞാൻ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കുകയാണ്. ഇത് കത്തുന്ന പോലും ഇല്ല, ശരിക്കും കത്തുന്ന പോലും ഇല്ല. വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ കത്തിക്കുകയാണ്. ആദ്യം കത്തിച്ചപ്പം ഇത് അത്ര ക്ലിയറായി കത്തിയില്ല, ജസ്റ്റ് കെട്ടുപോയി. ഞാൻ രണ്ടാമതൊന്നും കൂടെ ട്രൈ ചെയ്യാണ്. കത്തുന്ന പോലും ഇല്ല. ഒരു ടപ് 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 ശബ്ദം കേൾക്കുന്നുണ്ട്, ചെറുതായിട്ട് ഒരു പൊട്ടൽ ശബ്ദം. എനിക്കറിയില്ല അത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോറി, ഇതെനിക്ക് കത്തിക്കാൻ പറ്റുന്നേ ഇല്ല. ഇത് ഈ തിരി മൊത്തം കറുത്ത് പോകുന്നതല്ലാതെ ഇത് കത്തുന്നേ ഇല്ല കേട്ടോ. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇത് ഒട്ടും പ്യോർ അല്ല. ഈ തേന് തീരെ ശുദ്ധമല്ല. എനിക്ക് ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ രണ്ടാമത്തെ തിരി ഇത് ഞാൻ ജസ്റ്റ് അതേപോലെ നമ്മളെ സാമ്പിൾ ബി ഇപ്പുറത്തിരിക്കുന്ന അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുത്തിട്ട് കത്തിക്കാണ്. ഇത് കത്തുന്നുണ്ട്. ഒരു പൊട്ടലും ചീറ്റലും ഒരു ശബ്ദവും ഇല്ലാണ്ട് നന്നായി തന്നെ കത്തുന്നുണ്ട്. രണ്ട് തിരികൾ നമുക്ക് നോക്കാം. ഇത് സാധാരണ വെളിച്ചെണ്ണയൊക്കെ കത്തിയ പോലെ ഇങ്ങനെയുണ്ട്. ഇത് ആ ഫസ്റ്റ് സാമ്പിൾ കത്തിയ ഇതാണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ സാമ്പിൾ എ എന്ന് പറയുന്ന ഫസ്റ്റത്തേത് കൺസിസ്റ്റൻസിയും ഭയങ്കര തിന്നായിരുന്നു. നമ്മൾ വാട്ടർ ടെസ്റ്റ് നടത്തിയപ്പം മൊത്തമായിട്ട് മിക്സായി. മാത്രമല്ല ഫ്ലെയിം ടെസ്റ്റും ഇത് പാസ്സായില്ല. പക്ഷേ സാമ്പിൾ ബി ഓക്കെ, കൺസിസ്റ്റൻസിയും നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് വാട്ടർ ടെസ്റ്റും പാസ്സായിട്ടുണ്ട്, വാട്ടറിൽ അങ്ങനെ മിക്സ് ആയിട്ടില്ല. മാത്രമല്ല ഫ്ലെയിം ടെസ്റ്റ് നടത്തിയപ്പോഴും നന്നായിട്ട് ഇത് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഈ 2 സാമ്പിള് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. സാധാരണ ഫ്രിഡ്ജിൽ വെക്കുമ്പം ശുദ്ധമായ തേനാണെങ്കിൽ അത് കട്ട പിടിക്കില്ല. അല്ലാതെ അതിലെന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അതിൻ്റെ ഒരു ലെയർ അടിയിൽ ഇങ്ങനെ ഒരു തിക്കായിട്ട് കാണും. അപ്പോൾ നമുക്ക് ആ ഒരു ടെസ്റ്റ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഇത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച സാമ്പിൾ എ, സാമ്പിൾ ബി ആണ്. അപ്പം നമുക്ക് നോക്കാം.
ഇതെന്താ സാധനം എന്നറിയില്ല. ഇതിങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ ഒരു നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് കട്ടയായിട്ട് നിൽക്കുന്നുള്ളത്. തേൻ ഇത്ര ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കില്ല സാധാരണ. പക്ഷേ സാമ്പിൾ ബി ഇതിങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ഉള്ളത്. കുറച്ച് തിക്കായിട്ടുണ്ട്, പക്ഷെ വേറെ ഡിസ്കളറേഷനോ അങ്ങനെയൊന്നും കാണുന്നില്ല. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് രണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സാമ്പിൾ ബി ആണ് കുറച്ചും കൂടെ പ്യുവറായിട്ട് തോന്നുന്നുള്ളത്. ഇത് എത്രത്തോളം പ്യുവറാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് പറയണമെങ്കിൽ അതിന് ഒരുപാട് അനാലിസിസ് വേറെയും ചെയ്യാനുണ്ട്. പക്ഷേ ഇത് രണ്ട് സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ, സാമ്പിൾ എ എന്ന് പറയുന്ന തേന്, അതും തേൻ എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിച്ചാണ്. അത് സാമ്പിൾ ബിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് എന്താണ് ലോ ലെവലിൽ നിൽക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി ആയാലും ഭയങ്കര വാട്ടറിയാണ്. പിന്നെ എന്താണ്, അത് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഡിസോൾവ് ആയിപ്പോയി. പിന്നെ അതിൻ്റെ ഫ്ലെയിം ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര കരിയായി. അങ്ങനെ ഒരുപാട് സാമ്പിൾ എയും ബിയും വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡെയിലി വാങ്ങുന്ന തേന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതൊക്കെ വെറും ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകളല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇനി തേൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് കരുതട്ടെ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.